നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ചുറ്റും ഇപ്പം നമുക്ക് ഈ പറയുന്ന അവയർനെസ് ഉണ്ട്, പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ കേരള നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഊരുക്കളിൽ ജീവിക്കുന്നവർ, മലപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള പല ട്രൈബ് ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്. ഇവരിലൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അല്ലേ? ഗവൺമെൻറ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എനിക്ക് തോന്നുന്ന സംഘടന ഒരുപാട് ഇതുണ്ടല്ലോ, അവരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും ഇവർ ഓണമാണെന്ന് പോലും അറിയുന്നത്. കാര്യം അവർക്ക് അറിയില്ല. അവർക്ക് ടി വി ഇല്ല, എന്താ പറയാ, കറണ്ട് പോലും ഇപ്പോഴും ഇല്ലാത്ത വെള്ളമില്ല, ഊരുകളുണ്ട്. താമസിൽ ഇരുന്നാൽ മതി എന്നുള്ളതല്ല ഞാൻ പറയുന്ന, ആ രീതിയിലല്ല. പക്ഷെ എന്നാലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എൻജോയ് ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാവർക്കും ഈ ഗവൺമെന്റിന്റെ പുറത്തോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ പുറത്തോ വെച്ചതുകൊണ്ട് മാത്രം ഒരു രാജ്യം ശരിയാവില്ല, അതിലുള്ള ആൾക്കാർ നന്നായിട്ട് സന്തോഷിക്കില്ല. എൻ്റെ ഒരു നമുക്കൊരു തോട്ട് ഇപ്പം ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ വരുന്നതാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫാമിലി തന്നെ ഒന്ന് ഇറങ്ങി ഒന്ന് ചുറ്റും ഒന്ന് നോക്കി, ഓണത്തിന് മുൻപേ തന്നെ ഒന്ന് ചുറ്റും നോക്കി, ഇതിൽ തന്നെ അഭിമാനം കൊണ്ട് പറയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്കൊരു ഈശ്വരൻ തന്ന വരദാനമാണെന്ന് വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫാമിലിയെ ഒന്ന് ഏറ്റെടുത്ത് അവരുടെ ഓണം ഒന്ന് മഹത്തരമാക്കി കൊടുത്താൽ